ഇതാണ് ഷീജ. മറ്റേ ഷീജ. ഞാൻ കണ്ട് ഇവിടെ വന്ന ഒരു ദിവസം ഞാനാണ് ഫസ്റ്റ് വന്നു. പക്ഷെ ആ മുറിക്കകത്തിരുന്ന് അറിഞ്ഞില്ല. നിങ്ങളെ ഷീജ ആ റൂമിനകത്ത് പോയി പേടിയാ അല്ലെങ്കിൽ അവരിവിടെ ഇരിക്കട്ടെ. ഇവിടെ അമ്പലി പരാതിയായി ഞാനാണ് ഒരുപാട് ടൈം വേസ്റ്റ്. ഞാൻ ഇപ്പോഴേ വന്ന് അതിൻ്റെ അകത്ത് ഇരിക്കുന്നതാണ്. ഇവിടെ ആണെന്ന് പറഞ്ഞില്ല. ഞാൻ വരുമ്പോൾ ആരും ഇല്ലായിരുന്നു നടത്തിൻ്റെ അടുത്ത്. അതൊന്നും കുഴപ്പമില്ല. അതില്ല ഞാൻ നോക്കിക്കോട്ടെ. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ഇത് സ്ഥലത്തേക്ക് പോകുക. അതാണ് ശരി മെയിനായിട്ട് നടക്കുന്നത്. കുട്ടികൾക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഞാനറിയാം എന്ന് തന്നെ ബാക്കിയുള്ളതെല്ലാം വേണ്ടാത്ത എല്ലാം കെട്ടി മാറ്റില്ല ഇതിലേക്ക് കെട്ടിൽ വെക്കും. ക്ലിപ്പ് കെട്ട് കൂടിയിരിക്കുന്നു. വീട് ആരത് ഉഷയല്ലോ? ഉഷയല്ല, ഞാൻ ലീസിന് താമസിക്കുന്നു. നിങ്ങളുടെ പേര് ഉഷ. ഉഷ, നിങ്ങളാണ് വീടിൻ്റെ ഉടമസ്ഥൻ അല്ലേ? ഞാൻ ഇന്നലെയും കാര്യങ്ങൾ പറഞ്ഞു. അവർ വേണ്ട പിന്നെ അവരുടെ വീട് എൻ്റെ ഒരു ഇത് വെച്ച് പറയണം. പൊതുവിലുള്ള ഒരു കാര്യമാണ് അവരുടെ വീട്. അവരുടെ വീട് നിങ്ങൾക്ക് 5 ലക്ഷത്തിന് അല്ലേ? 4 ലക്ഷം 5 വർഷത്തേക്ക് ഒറ്റയ്ക്ക് തന്നു. ഈ ഒറ്റ കാലാവധി അതിന് ഇടയ്ക്ക് വെച്ച് പൈസ കൊടുക്കുകയോ എല്ലാം ചെയ്യണം. ഇല്ലല്ലോ, പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം ഇതിൽ പറയണത് നിങ്ങൾ പറയും. നമ്മളെ വീട് തന്നതിന് ശേഷം വിൽക്കാനും ലോൺ എടുക്കാനും ആളുകളെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അത് പോയിട്ട് നമ്മളെക്കുറിച്ച് വേണ്ടാത്ത പ്രശ്നങ്ങൾ നാട് മൊത്തം പറഞ്ഞ് നടന്നു. അയൽവാസിയായി കൂട്ടുപിടിച്ച് കള്ളക്കേസുകൾ കൊടുത്ത് കുറേ പരാതിയായി പഞ്ചായത്തിലൂടെ. ഒറിജിനൽ പ്രമാണം അവരെ കയ്യിലിരിക്കുന്നു. വസ്തുവിൻ്റെ ഉടമസ്ഥനാണ്. അപ്പൊ എപ്പോ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഈ കാലാവധി നിങ്ങൾക്ക് സൗകര്യമാണെങ്കിൽ എപ്പോ വേണമെങ്കിൽ തന്നു കൊടുക്കാന്നുള്ള ഒരു വിഷയമേ ഉള്ളൂ. ഞാൻ പറഞ്ഞതാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിൽ ഇറങ്ങാന്നുള്ള ഒരു ഇതെന്ന് വെച്ചാൽ 5 വർഷത്തിന് 5 വർഷം ആകുമ്പോൾ നിങ്ങൾക്ക് ഇറങ്ങാം എല്ലാവരും. ഇതിന്റെ ഇടയ്ക്ക് അവരുടെ വസ്തു വിൽക്കാനൊന്നും അവർ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങളങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ വന്നു കിടന്ന് വെല്ലുവിളിയും എന്റെ വീട് വിൽക്കും, നിന്നെ ഞാൻ 5 വർഷം താമസിപ്പിച്ച് വരെ എന്റെ ഇഷ്ടമുള്ള പോലെ ചെയ്യും. നിനക്ക് ഞാൻ കാരണം അവരുടെ സ്വഭാവം ഇതാണ്. നിങ്ങൾ തെറ്റേണ്ട കാരണം പറയും. തെറ്റേണ്ട കാരണം എഗ്രിമെന്റ് എഴുതുന്നതിന് മുമ്പേ ഞങ്ങളുടെ ഫ്രോഡത്തരം കാണിച്ചു മാഡം. പല രീതിയിൽ എഗ്രിമെന്റിൽ ഒപ്പുവയ്ക്കുന്ന ആ പ്രമാണം ഇല്ലേ, ആ മുദ്രപത്രം, അതിൽ കൈമറച്ച് അതിൽ ഒപ്പുവയ്ക്കാതെ അഡീഷണൽ ഷീറ്റ് മാത്രം ഒപ്പിട്ട് തന്നു ഞങ്ങൾക്ക്. അവിടെ അതിന് എഗ്രിമെന്റ് എഴുതുന്നതിന്റെ തലേ ദിവസം ഇത് എഴുതിയിട്ട് നമ്മൾ വായിക്കാൻ അവരെ കൊടുക്കുമല്ലോ. അത് അയച്ചപ്പോൾ വാക്ക് മാറിക്കളഞ്ഞ്. ഞാൻ 5 വർഷത്തേക്കും തരാമെന്ന് പറഞ്ഞിട്ടില്ല. അതുവരെ പറഞ്ഞ് 10-15 വർഷത്തേക്ക് താമസിച്ച് എനിക്ക് വിഷയമില്ലാന്ന് പ്രിന്റ് ചെയ്ത് വായിക്കാൻ വാട്സാപ്പ് ഇട്ട് കൊടുത്താൽ പറഞ്ഞു ഞാൻ 1 വർഷത്തേക്ക് തരാന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ അങ്ങനെ അന്ന് മുതൽ പിന്നെ ഫസ്റ്റ് അങ്ങനെ എഴുതുന്നതിന് മുമ്പേ നമ്മൾ ഇവരും തമ്മിൽ തെറ്റി. കാരണം പറഞ്ഞ വാക്കുകൾ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ അമ്മയുടെ വീടാണ്. അപ്പം അമ്മ സുഖമല്ലേ കിടന്നപ്പോഴത്തേക്ക് ബാങ്കിൽ ഒരു ലോൺ ഉണ്ടായിരുന്നു.
ഇപ്പോൾ അമ്മയ്ക്ക് ലോൺ അടയ്ക്കാൻ പറ്റില്ല. ബാങ്കിൽ മാനേജ് വിളിച്ചു പറയും സൊസൈറ്റി ലോൺ അടയ്ക്കണം. പിന്നെ അമ്മ സുഖമില്ലാതെ കുറച്ച് സമയം തന്നു. പിന്നെ അമ്മ മരിച്ചിരുന്നു. ഒരു 1.5 വർഷമായി അമ്മ മരിച്ചു. അമ്മ മരിച്ചതില്ല ഞാൻ എൻ്റെ സഹോദരനായിട്ട് ആരംഭിച്ചു വീട്. ഇപ്പം അവൻ പറഞ്ഞു വീട് കാര്യത്തിൽ വീട് വിൽക്കുന്നതാണ് വിൽക്കട്ടെ. ഇപ്പം അമ്മ മരിച്ചു ഒറ്റയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ബ്രോക്കർ മുഖേന ഇവിടെ കൊണ്ടുവരുന്നത് ഇവിടെ അറിഞ്ഞു. ഞാൻ ഇവിടെ കണ്ടിട്ട് പോയി. ശരി ഇവിടെ ഒന്ന് ചോദിച്ചിട്ട് 5 വർഷത്തേക്ക് വീട് തരാൻ അതൊക്കെ വഴി അല്ല 1 മിനിറ്റ് പറഞ്ഞു. 100 തവണ പറഞ്ഞ കേസാണ് മേഡം. വർഷത്തേക്ക് തരാമെന്ന് പറഞ്ഞു. ഓരോ വർഷവും പുതുക്കി തരാമെന്ന് പറഞ്ഞു. എഗ്രിമെന്റ് പുതുക്കി തരാമെന്ന് പറഞ്ഞു. ഇല്ല മേഡം 11 മാസം കഴിയുമ്പോൾ പുതുക്കി കൊടുക്കാം. 1 വർഷമാണ് ലീസിന് കൊടുക്കും. വാടകയ്ക്ക് 4 മാസം കൂടുമ്പോൾ കൊടുക്കും മേഡം. ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് താമസിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ വിളിച്ച് ചോദിച്ചു ഞാൻ നിനക്ക് ഓരോ വർഷം പുതുക്കി തരാമെന്നല്ല. ഇവിടെ 5 വർഷം താമസിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല. ഇത് എന്നാ പ്രശ്നം അതല്ല മേഡം. ഞങ്ങൾ പറയാം നിങ്ങളുടെ പ്രശ്നം ഇതല്ല. അതായത് ഈ 3 ആൾക്കാരെല്ലാവരും കൂടെ കംപ്ലൈന്റ് കൊടുത്തു. ഇവള് താമസിക്കാൻ വാങ്ങിച്ച വീട്ടില് പട്ടിയോടെ 19 പട്ടിയും 10 മേഡം. ഇത് പലതവണ കഴിഞ്ഞതാണ് മേഡം. ഇത് പറഞ്ഞാൽ എപ്പോഴും ജയിക്കണത്. ഇതല്ല വിഷയം മേഡം. എന്റെ വിഷയത്തിലോട്ട് പറഞ്ഞതല്ല അവിടെ ചെയ്യണം. താമസിക്കാൻ കൊടുത്ത ഒരു സമയം 1 മിനിറ്റ് തരുമോ? നീ പട്ടിയെ വളർത്തിക്കോ മേഡം. നീ പട്ടിയെ വളർത്തിക്കോ. എനിക്ക് പഞ്ചായത്തിൽ ആളുണ്ട്. എന്ത് കേസ് വന്നാലും ഞാൻ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞ് കരഞ്ഞ് എൻ്റെ വീട് ജപ്തിയാവും, എനിക്ക് ആ വീട് എടുക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞേല് എൻ്റെ ഭർത്താവ് മേഡം ആ നാട്ടിൽ വന്ന് അന്വേഷിച്ച് നോക്കുക ആരാണ് കോഡ് പറഞ്ഞത്. റോഡിൽ ഇവർ വാടകയ്ക്ക് വേറൊരു വീട്ടിൽ കൊടുത്തിരിക്കുന്നു. അപ്പൊ പഞ്ചായത്തിൽ നിന്ന് പട്ടി ലൈസൻസ് ഇല്ല മേഡം. അതിന്റെ എല്ലാം എനിക്ക് ഉണ്ട്. ഞാൻ അതൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. കേസ് കോടതിയിൽ പോയി. അതിനെ കുറിച്ച് ഇവിടെ വിഷയം 13 ഇല്ലെന്ന് നമ്മൾ തെരുവ്. ഇതാണ് മേഡം ജയിക്കാൻ വേണ്ടി മേഡം ഈ പറഞ്ഞ നഴ്സറിക്ക് എനിക്ക് തെളിവ് വാങ്ങിച്ചാ മേഡം പ്ലീസ്. ഇല്ല ഞാൻ ഇനിയും കേസ് കൊടുക്കും ഇവരെ പേരിൽ. മേഡം റെസ്ക്യൂ ചെയ്യുന്ന വികലാംഗരും വണ്ടി ഇടിച്ചതുമായ പട്ടികളാണ് എന്റെ വീട്ടിലുള്ളത്. ഞാൻ ഈ കേസ് ഒരു കുറേ ദിവസം കിടന്നുകൊണ്ട് വിളിച്ച് വരുത്തിയൊന്നു. ഇവരിങ്ങനെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എല്ലാ പ്രാവശ്യം ഇവിടെ വിളിച്ചിട്ട് ചെയ്യുന്നത് എന്നെ അപമാനിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ എന്റെ ഫോട്ടോ ഉൾപ്പെടെ ചേർത്ത് വീഡിയോ എടുത്തു. വാട്സപ്പ് ഗ്രൂപ്പിൽ എന്നെ കുറിച്ച് അപവാദം പറഞ്ഞിരിക്കുന്നവര്. അതാ പറഞ്ഞത്. അതാണ് ഇല്ല എന്നെ കുറിച്ചാണ് ആദ്യം ഇവര് വീഡിയോ ഇട്ടത്. എന്നെ കുറിച്ച് ഫസ്റ്റ് മേഡം ഞാൻ പറഞ്ഞ വിഷയം മാത്രം കേൾക്കാതെ ഇതൊക്കെ കഴിഞ്ഞതാ പലതവണ കേസുകള്. പഞ്ചായത്തിൽ ആൾക്കാർ വന്ന് ഇവിടെ നിൽക്കണം. ഇതാണ് പ്രശ്നം. അല്ലാതെ വീട് വാടകയോ ഒന്നുമല്ല. പഞ്ചായത്തിൽ ആൾക്കാർ വന്നപ്പോൾ ഇത് ഇവർ അന്വേഷിക്കേണ്ട കേസല്ലല്ലോ മേഡം. നിങ്ങളവിടെ നിൽക്കുക. നിങ്ങളെ വീട് തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് കൊടുത്തു. അപ്പൊ അതിനിപ്പം നിങ്ങൾക്ക് പട്ടി വളർത്തുന്ന നാട്ടുകാരെ പരാതി നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ അവരുടെ പറഞ്ഞ് അതിന് ഒരു പരിഹാരം ഉണ്ടാകും. അല്ലാതെ മാറി അടിക്കേണ്ട ആവശ്യമില്ല. അടിക്കാൻ പോയില്ലല്ലോ. ഈ അയൽക്കാരെ കുത്തിപ്പൊക്കി കൊണ്ട് വരുന്ന ഇവരാണ് എന്നെ വീട്ടിൽ അല്ലാതെ ഇവിടെ നിൽക്കൂല. ഇൻസ്റ്റാഗ്രാമിൽ ഇവിടെ ഇട്ടിരിക്കുന്നു. ഇവരാണ് ആദ്യം വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമ്മളിവിടുത്തെ ഫോർവേഡ് ഇട്ടിട്ടില്ല. കാര്യത്തിന് വിവരം അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഇവളാണ് ഇൻസ്റ്റാഗ്രാമിൽ എന്റെ വീട്ടിൽ നടക്കുന്ന വിഷയങ്ങൾ ഞാൻ എന്റെ ചാനൽ വഴി അറിയിച്ചതാണ്. പട്ടി പ്രശ്നം പട്ടി വളർത്തുന്നത് അതൊക്കെ അങ്ങനെയാണ്. അവിടെ ഫുൾ എന്റെ വീടിനകത്ത് ഷെൽട്ടറിലാണ് മേഡം. മേഡം എന്നാ വീട്ടിൽ നിന്ന് ഇറക്കിക്കാൻ വേണ്ടി അതിൽ അന്വേഷണമൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു ഷാൻ. എല്ലാ അന്വേഷണവും കഴിഞ്ഞ് പഞ്ചായത്തിനുള്ള പേപ്പറാണ് 25 കൊടുത്ത് മാറ്റണം. പക്ഷെ ഇവിടെ ഇതുവരെ മാറ്റിയിട്ടില്ല. അതിന് ഞാൻ എന്തുകൊണ്ട് മാറ്റുന്നത്? എനിക്ക് കുറച്ച് സപ്പോർട്ടാണോ പഠിക്കാനുണ്ട്. ഞാൻ ഇത് 2 ചെയ്യാം.
നീ 10 കഴിഞ്ഞ് പറഞ്ഞാൽ നീ 30 മറ്റേ NAC കിടക്കുന്നത് ആക്സിഡന്റ് 2-3 ചെയ്യാൻ കിടക്കുന്നത് അത് കുഴപ്പമില്ല. അതാണ് ഞാൻ അവിടെ അപ്പൊ CCTV പൈസ വാങ്ങുന്ന സമയത്ത് ഇവിടെ ഭർത്താവ് ഫോട്ടോ എടുക്കുകയുണ്ട്. ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇതാണ് എൻ്റെ ഹൗസ് ഓണറായ അമ്മ എന്ന് പറഞ്ഞ് എൻ്റെ ഫോട്ടോയും വെച്ചിട്ട് ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഇവിടെ ആരധികാരം കൊടുത്തിട്ടുണ്ട്. ഇവിടെ താമസിക്കുന്നത് അത് ഈ വിഷയം ആയതിനു ശേഷം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി അതുകൊണ്ട് അവിടെ ചാനലുണ്ട്. വാട്സാപ്പ് ഫ്രണ്ട്സ് മുണ്ടക്കാടി മേഡം ഫ്രണ്ട്സ് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു പാർട്ടികളാണ്. അതിൽ ഇവർ എന്നെ കുറിച്ച് ഇട്ട വോയിസ് മാഡം അന്വേഷിക്കുന്നുണ്ട്. മാഡം നാട്ടുകാർക്ക് ഒരു വിഷയമില്ല. എനിക്കത് പ്രശ്നമല്ല. അത് പല കേസ് കഴിഞ്ഞതാ. മാഡം കഴിഞ്ഞതൊന്നും അല്ല. മാഡം ഇത് കണ്ടല്ലോ, 25-ാം തീയതിക്കകത്ത് ഇവിടെ പട്ടിയെ മാറ്റണം. ഇവിടെ താമസിച്ചോട്ടെ, ഇവിടെ പട്ടിയെ മാറ്റണം. ഇവിടെ അനധികൃതമായിട്ട് അവിടെ ഷെഡ് കെട്ടിയിട്ട് താമസിച്ചിരിക്കുന്നു. എൻ്റെ വസ്തുവിൽ അതിന് ഇതിന് എഗ്രിമെന്റിൽ എഴുതിയിട്ടുണ്ട്. താമസിക്കാൻ കൊടുത്ത വീട് താമസിക്കുന്നു. ഇവർ ഓറലി ഞങ്ങൾക്ക് തന്ന ഇത് റെക്കോർഡ് എൻ്റെ ഉണ്ട്. മാഡം ഒറ്റ വീട്ടിൽ അതിനൊക്കെയുള്ള പെർമിഷൻ ഉണ്ട് മാഡം. ഇവർ വാക്കാൽ പറഞ്ഞത് ഞങ്ങളിൽ റെക്കോർഡ് ഉണ്ട്. അതിലപ്പുറം മാഡം ഒറ്റ നിയമം ഒറ്റ വീടിന് വാക്കാലുള്ളതിന് സാധ്യതയുണ്ട്. എനിക്ക് അതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞു. പഞ്ചായത്തിലും എല്ലാം കൊടുത്തു കഴിഞ്ഞു. എന്റെ ഞാൻ തന്ന പരാതി ഇതല്ല. ഇത് കോടതിയിലുള്ള വിഷയമാണ്. ഇത് കോടതി പോയ കേസാണ്. പോലീസ് 2-3 തവണ കഴിഞ്ഞു. ഇതിപ്പോ കോടതി ഞാൻ നിയമത്തിന് ഓണർ വാക്കാൽ പറയുന്നതിന് നിയമസാധുത ഉണ്ട് സാർ. ഒറ്റ നിയമം പഠിച്ചിട്ട് സംസാരിക്കും. ഞാൻ പഠിച്ചിട്ടാണ് സംസാരിക്കണം. യൂട്യൂബിൽ ഒരുപാട് വീഡിയോകളുണ്ട് ഒറ്റ നിയമത്തെ കുറിച്ച്. അല്ല, യൂട്യൂബിൽ പറയുന്നത് വക്കീലുമാർ ഒറ്റ നിയമത്തെ കുറിച്ച് പറയുന്ന 100 വീഡിയോകളുണ്ട്. ആ നിയമം പഠിച്ചിട്ടാണ് ഞാൻ വീട് വാടകയ്ക്ക് ലൊട്ടിക്കെടുത്തത്. ഞാൻ തന്ന പരാതിയുള്ള കാര്യം മാത്രം സംസാരിക്കുക, ഇല്ലെങ്കിൽ വിഷയം പരിഹാരമാവില്ല. ഇതാണ് ഇവിടെ വന്ന എപ്പോഴും നടക്കുന്ന കാര്യം. വക്കീൽ നോട്ടീസ് അയച്ചത് വീട് വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നതിനെതിരെ തെളിവുണ്ടാണ്. തെളിവുണ്ട്. എൻ്റെ വീട്ടിൽ ആളുകളൊന്ന് ആവശ്യം കാണിച്ചു കൊടുക്കും കേട്ടാ. എനിക്ക് അതിൻ്റെ അടുത്ത് വസ്തു ഉണ്ട്. എനിക്ക് വസ്തു വിൽക്കട്ടെ ഇവിടെ വീടുണ്ടെന്ന് പറഞ്ഞ്. അത് എൻ്റെ വസ്തുവാണ്. എൻ്റെ വീടിന്റെ ചുറ്റും വന്ന് ഒളിച്ചും പാർത്ത് വീടിന്റെ ഇതെടുത്ത് എൻ്റെ വീട് നല്ല ഞാൻ താമസിക്കുന്ന വീട്. നിങ്ങൾ ഭർത്താവിന്റെ കാര്യം പറയില്ല. ഞാനാണ് വീടെടുത്തത്. എൻ്റെ ആര് പോരാ പിന്നെ നിർത്ത്. സമാധാനം പോയി. എനിക്ക് ഒരുപാട് കേസുണ്ട്. ഇത് നിങ്ങളുടെ കാര്യമല്ല. നിങ്ങളുടെ കാര്യം പറ. നിങ്ങളുടെ കാര്യം നോക്ക്. ഇതാണ് നടന്ന് ചെയ്യുന്നത്. പ്രമാണത്തിൽ കള്ള ഒപ്പിട്ടിരിക്കാൻ ഞാനും കോടതി കൊടുക്കും. നിങ്ങൾ കൊടുത്ത് കൊണ്ടുപോവാ. പരാതി പ്രമാണത്തിൽ കള്ളവപ്പൊന്നും അല്ലല്ലോ. പക്ഷെ പറയണത് പക്ഷെ ഒരു വീട് ഒറ്റയെടുത്ത് ഒരു വീട് വാടകയ്ക്ക് കൊടുത്താലും ഒറ്റയ്ക്ക് കൊടുത്താലും ഇന്ന് ഒരാ വീട് വാങ്ങിച്ചോരെ മനസ്സമായിട്ട് ജീവിക്കാൻ സമയത്ത് തൊട്ടടുത്ത് ഞാൻ നേരത്തെ ഇറങ്ങണമെന്ന് അത്യാവശ്യം ഞാൻ 5 വർഷത്തിന് മുമ്പ് ഇറങ്ങണമെങ്കിൽ എനിക്ക് നഷ്ടപരിഹാരം കൂടി ചേർത്ത് എൻ്റെ തുക തരിക, ഇറങ്ങി കൊടുക്കാം. 5 വർഷത്തിന് 1 വർഷമേ ആയുള്ളൂ. 4 വർഷത്തിന്റെ നഷ്ടപരിഹാരവും എൻ്റെ തുക. മനസ്സമാധാനം കിട്ടും. അല്ല, വീടും തന്നിട്ട് മനസ്സമാധാനം തരാതിരിക്കുന്നതിന് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? പിന്നെ ഒരു വീടും തന്നിട്ട് കൊടുക്കുന്ന ആർക്കും മനസ്സമാധാനം കൊടുത്തില്ല. ഒരു കുടുംബം നശിപ്പിച്ച്, ഞങ്ങളെ കുടുംബം നശിപ്പിച്ച്. അതിനൊന്നും അയ്യോ അതല്ല മാഡം. അതിനിപ്പോ
അയൽപക്കത്ത് കിടക്കുന്ന വസ്തു അല്ല വിൽക്കാൻ പോകുന്ന. ആ അയൽപക്കത്ത് വസ്തു വിൽക്കാൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് 6 ലക്ഷം രൂപയ്ക്ക് ഒരു തഹസീൽദാർക്ക് ഒറ്റയാണ്. പിന്നെ ഇവരെങ്ങനെ വിൽക്കും? ഇത് ഇല്ല എന്റെ കൂടെ പറഞ്ഞതാ. ഇല്ലെന്ന് എന്റെ കൂടെ ഇതൊക്കെ തുടങ്ങിയപ്പോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ വീടിന്റെ ചുറ്റും നടന്ന് കാണുമ്പോൾ മനസ്സിലാക്കില്ലേ. അയ്യോ പോലീസ് സ്റ്റേഷൻ ഇവർക്ക് പെർമിഷൻ ഉണ്ടല്ലോ. പെർമിഷൻ ഇല്ലെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യണം. പെർമിഷൻ ഇല്ലാതെ വർക്ക് ചെയ്യുന്നത് എല്ലാവർക്കും കളയാൻ വേണ്ടി ഒരു നോട്ടീസ് അയക്കണം കേട്ടോ. വാടക വീട്ടിൽ കോടതി നോട്ടീസ് പോലീസിന് അയച്ചിരുന്നല്ലോ ഇവിടെ. കഴിഞ്ഞ ആഴ്ച കോടതി നോട്ടീസ് ഇവിടെ അയച്ചിരുന്നല്ലോ ഞാൻ. അത് കിട്ടിയില്ലേ? കിട്ടിയല്ലോ. ഇവിടുന്ന് പോലീസ് വന്നില്ല. കോപ്പി വീട്ടിലേ ഉള്ളൂ. ഇവിടെ പോലീസിന് ഞാൻ അയച്ചിരുന്നു കോപ്പി. പഞ്ചായത്തിനും ഹെൽത്തിനും അവിടെ വന്ന പോലീസ് കാര്യമല്ലേ നമുക്ക് പെർമിഷൻ. നിങ്ങൾക്ക് ഇത് അതാണ് ഇവിടെ അയച്ചത്. ഇവിടെ പോലീസിന് അയച്ചിട്ടുണ്ട്. അവരെ വീടാണ്. അവർ നല്ല വൃത്തി നോക്കി അവരോട് ഗതികെട്ട് അവർ ചിലപ്പോൾ ഒറ്റയ്ക്ക് വന്ന് ആ വീട്ടിൽ കൂടെ 900 പട്ടിയെ വളർത്താണെന്ന് കാരണം ഞാൻ പോലും അനുവദിക്കും. അതിന് അങ്ങനെ ഇല്ലല്ലോ. ഇല്ലാത്തതല്ലേ അവര് പറഞ്ഞു പറഞ്ഞത്. പട്ടി കിടക്കണത് നിങ്ങളല്ലേ പറഞ്ഞു പട്ടി ഉണ്ട്. അതിന് അത് വളർത്താൻ തന്നെയാണ് അവർ തന്നത് എനിക്ക് വീട്. അവരങ്ങനെയാണ് ഒരു സ്വഭാവം കൊടുത്തിട്ട് മാറ്റി പറഞ്ഞ് ആ വീട്ടുകാരെ സമ്മർദ്ദത്തിലാക്കി ക്ലോസ് ചെയ്ത് വിടാന്ന് പറഞ്ഞ് നോക്കിയപ്പോ അവരൊന്നും ഒതുങ്ങണില്ല. സാർ നിങ്ങളുടെ ആവശ്യം എന്നുള്ള എന്തിനാണ്? നിങ്ങളുടെ ആവശ്യം ഞാൻ തന്ന പരാതിയാണോ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്? അത് മാത്രം പറ്റൂല. എതിർകക്ഷി പറയണമല്ലോ കേട്ടെ. അത് ഇവിടെ 100 പരാതി ഇതിനു മുമ്പ് ഇവിടെ കഴിഞ്ഞു. അതൊക്കെ ക്ലോസ് ചെയ്ത വിഷയങ്ങൾ പിന്നെ പൊക്കിയ ഒരിക്കലും തീരൂല വിഷയം. ഇപ്പൊ ലേറ്റസ്റ്റ് വിഷയം ലേറ്റസ്റ്റ് അതാ ഞാൻ പറഞ്ഞു. ഇത് കോടതിയിൽ പോയ വിഷയമാണ് ഇതൊക്കെ. ഞാൻ കോടതിയിലായി കേസാണ് ഓൾറെഡി. ഇപ്പം മൂവ്മെന്റിലാണ് അതിന്റെ. നിങ്ങൾ എന്തിനു കോടതി പോകണം? ഞാൻ എനിക്കെതിരെയല്ലേ കള്ളപ്പരാതികൾ കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പം ഞാനാ കോടതിയിൽ പോയത്. അതിന്റെ നോട്ടീസ് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന പോലീസിനും എൻ്റെ വീട്ടിൽ വന്ന ഹെൽത്തിനും പഞ്ചായത്തിനും ഒക്കെ അയച്ചിട്ടുണ്ട്. ഇത് ആള് വന്നതുകൊണ്ടുള്ള ബഹളമാണിത്. വന്ന് നോക്ക് മാഡം. കാര്യം പറയണ്ട. പട്ടിയെ നമുക്കറിയാം. പട്ടി ഒരെണ്ണം കുറച്ച ഒമ്പാണ് എല്ലാം കൂടെ ഒരേ പട്ടി ഒന്നും ആരും അനുവദിച്ചില്ല. നിങ്ങളെ വീട്ടിൽ വാങ്ങിച്ച് നിങ്ങൾക്ക് പട്ടി പ്രായമാണ് കുഴപ്പമില്ല. പക്ഷെ എല്ലാവർക്കും അതല്ല മാഡം. അവിടെ അങ്ങനെ ഒരു വിഷയമില്ല. വളരെ എല്ലാ സൗകര്യങ്ങളും ചെയ്തതാണ് ഇട്ടിരിക്കുന്നത്. അതെ 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 ഒന്നുമില്ല. നിങ്ങൾ പട്ടി വളർത്താനുള്ള പെർമിഷൻ സാറിന് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇതൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടടുത്ത് സബ്മിറ്റ് ചെയ്തിട്ട് നോട്ടീസ് ഇവിടെ പോലീസിന് അയച്ചിട്ടുണ്ട്. പഞ്ചായത്ത് അക്സെപ്റ്റ് ചെയ്ത് എനിക്ക് അക്നോളജ്മെന്റ് നോട്ടീസ് വന്നു. പോലീസിൽ നിന്ന് മാത്രം ഇനി സമയമുണ്ടല്ലോ കൊണ്ടുവന്നാൽ മതി. അപ്പൊ നമുക്ക് അത് പരിഹരിക്കാം. ഇവിടെ അയച്ച കോപ്പി ഞാൻ ഇനി എങ്ങനെയാണ് മാഡം എടുക്കുക? പ്രിന്റ് ചെയ്ത നോട്ടല്ലേ ഇവിടെ അയച്ചത് ഞാൻ. ഇവിടുന്ന് അക്നോളജ്മെന്റ് കാർഡ് എനിക്ക് തിരിച്ചു വന്നിട്ടില്ല. ഹലോ ഉഷ, പഞ്ചായത്തിന് മുട്ടാക്കിയാട് വാർഡ് നിവാസികൾ താങ്കൾക്കെതിരെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ സ്ഥല പരിശോധനയിൽ താങ്കൾ താമസിക്കുന്ന വീട്ടിൽ നിലവിൽ 20-ലധികം പട്ടികളും 10-ലധികം പൂച്ചകളും. നിങ്ങൾ ഇപ്പൊ അല്ലേ 13 പരാതി കൊടുത്ത സമയത്ത് 20 പഞ്ചായത്തുകാരെ നിങ്ങളത് ആളുകളെ പഠിപ്പിക്കാൻ നടക്കുന്നതാ? പഞ്ചായത്തുകാരെ ടൈം ചെയ്ത് അടിച്ചു വിട്ട് ഇട്ടിരിക്കല്ലേ? അതാണ് പഞ്ചായത്തിനെതിരെ ഞാൻ കേസ് കൊടുത്തത്. അതാണ് കേസ് കൊടുത്തത്. ഈ നമ്പറുകൾ ഇതിൽ എഴുതി വെച്ചിട്ട് പറഞ്ഞ കേക്ക് 20-ലധികം പട്ടികളും 10-ലധികം പൂച്ചകളും വളർത്തുന്നതായി കാണാൻ കഴിഞ്ഞു. വീടിനുള്ളിൽ നിന്നും പട്ടിയുടെയും പൂച്ചയുടെയും വലിയ ഒച്ചയും ബഹളവും കേൾക്കുന്നത് നാട്ടുകാർക്ക് അസഹനീയമായ രീതിയിൽ പട്ടിയുടെ വിലയും വൃത്തിയില്ലാത്ത അവസ്ഥയിൽ മൃഗങ്ങളെ പാർപ്പിക്കുന്നതായി ബോധ്യപ്പെട്ട വിവരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായതിനാൽ അടിയന്തരമായി നായകളെയും പൂച്ചകളെയും ഈ സ്ഥലത്ത് നിന്ന് മാറ്റി പാർപ്പിക്കേണ്ടതാണെന്ന് വരാം. അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കോപ്പി ഇന്നും കിട്ടിയിട്ടില്ല. ഈ പേപ്പർ ഞാൻ കാണുന്നത്. എല്ലാ ദിവസവും ഇവിടെ എല്ലാം പലയിടത്തും കയറി നിങ്ങളെ നിങ്ങൾക്ക് വളർത്താനുള്ള ഒരു ഇതുണ്ടെങ്കിലേ സാറേ സാറിന്റെ പേര് രതീഷ്. അങ്ങനത്തെ പണി തരാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കോപ്പി ഇതിന്റെ ഒരു കോപ്പി കിട്ടിയിട്ടുണ്ടായിരിക്കും. അവർക്ക് ആ പ്രശ്നമുണ്ട്. എന്നാൽ പോലും അവർ പരാതി കൊണ്ടുവന്നത് നിങ്ങളാണ് പരാതി വന്നത്. പരാതി ഒന്ന് കേട്ട് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. നിങ്ങൾക്കുള്ള പ്രശ്നം അവരുടെ പാടില്ല. അവരെ വീട് അളവ് ചെയ്യാൻ പാടില്ല.
ഞങ്ങളുടെ വീട്ടില് ഞങ്ങൾ താമസിക്കുന്ന വീട്ടില് വീട് വാങ്ങിക്കാനും ലോണിന് ആള് കയറി ഇറങ്ങി മാത്രമാണ് സാർ ഒറ്റ നിയമത്തിൽ താമസിക്കുന്ന ഒരാൾക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. ഒറ്റ നിയമത്തിൽ ആ വീട്ടില് ഞങ്ങളുടെ കാലാവധിക്കിടയ്ക്ക് വിൽപ്പനയ്ക്കോ മറിച്ചൊരു ഇതിന് ഓണർക്ക് അവകാശം ഇല്ലെന്ന്. 5 വർഷം കഴിഞ്ഞ് അവർക്ക് വിൽക്കാം. ഇല്ല, ഞങ്ങൾ താമസിക്കുന്ന സമയം ഞങ്ങളെ ശല്യം ചെയ്യാൻ അവർ വിൽക്കാനുള്ള ശ്രമങ്ങളാണല്ലോ ചെയ്യുന്നത്. എന്തോന്നാണ് ഇത് ഉഷയ്ക്ക് കാര്യം പറയാൻ മനസ്സിലാവില്ലേ? മേഡം, ഞാൻ തന്ന പരാതിയിൽ പട്ടി വിഷയം അല്ല പറയണം. പരാതിക്കാരി ഞാനാണ്, അമ്പിളി അല്ല പരാതിക്കാരി. അപ്പൊ പിന്നെ എങ്ങനെയാണ് പട്ടി വിഷയം പറഞ്ഞ സാറേ? അപ്പൊ അവരിവിടെ പരാതി തരാത്തത്? ഇത് പരാതി ഞാനല്ലേ തന്നത്? അപ്പൊ അവരുടെ പരാതിയാണോ കേൾക്കേണ്ടത്? ഞാനാ പരാതി തന്നത്. അതിനുള്ള കാര്യം സംസാരിക്കേണ്ടത്. അത് ചോദിക്കണ്ടേ? പരാതിക്കാരി പറയണ മാത്രമാണ് എങ്കിൽ അവർ പരാതി തരട്ടെ. അതിലല്ലേ എന്നെ വിളിച്ചു അങ്ങനെ സംസാരിക്കുന്നത്. അവർക്ക് ആദ്യം പരാതി തരണവർ പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ അല്ല പറഞ്ഞ. അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അവരുടെ പരാതി തരട്ടെ. 10 പേര് വന്നാൽ ഇവിടത്തെ പോലീസ് സ്റ്റേഷൻ അടച്ചു പൂട്ടേണ്ടി വരും. ഹോസ്പിറ്റലിലും ആവും. അവര് പരാതി തരട്ടെ. തലയ്ക്ക് നിങ്ങളെന്തോ ഇങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ അവിടെ എന്തായിരിക്കും സ്ഥിതി? നിങ്ങൾ മറിച്ച 1 വർഷമായിട്ട് ഞാൻ അനുഭവിക്കണം. ഇവര് വീട് തന്നിട്ട് ഞങ്ങൾക്ക് സമാധാനം തന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെ സമാധാനം? അവരവിടെ വരുന്നുണ്ട്. അവര് ആ വസ്തു വന്നു നിന്നാണ് ഞങ്ങൾ അസഭ്യം പറയണത്. ആ വസ്തു വന്നു നിന്നാണ് ഞങ്ങൾ അസഭ്യം പറയണത്. അവിടെ വന്നിട്ട് പറയണ മൊത്തം ഞങ്ങൾ ഒറ്റക്കാരി മാത്രമല്ലേ ആണ്. അതുകൊണ്ട് ഇവര് പറയണ മൊത്തം ഞങ്ങൾ അതുകൊണ്ട് അവര് ഞങ്ങളെ പറയണ മൊത്തം ഞങ്ങൾ അനുഭവിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾ അതിനപ്പുറം പറയല്ലേ വേണം. അത് കേൾക്കുന്നത് വന്ന് സംസാരിച്ചപ്പോൾ നിങ്ങളെ വെച്ചാണ് കൂടുതൽ കേൾക്കുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങളെ പരാതിക്കാരി. അതിന് എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. ഞാൻ പറയാം. ഇവരവിടെ ഒന്ന് സംസാരിക്കുമ്പോ ഞാൻ പറയാം മേഡം, ഇപ്പൊ നേരില്ല. ഇല്ല, ഇവരവിടെ വന്ന് സംസാരിക്കുമ്പോ അവരോട് ഞാൻ സംസാരിക്കാറില്ല. ഞാൻ സംസാരിച്ചിട്ടുമില്ല. പോകാനാണ് നിങ്ങൾ തീർച്ചയായിട്ടും പറയുന്നത്. പക്ഷെ പട്ടി വളർത്താനുള്ള അവർക്ക് പട്ടിയെ പ്രശ്നമാണ് അവർ പറയുകയും ചെയ്തു. അല്ല വേറെ ഒരു പ്രശ്നമെന്ന് അവർ പറയുന്നു. ഈ പട്ടി വളർത്താനുള്ള ഒരു ഇതുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ കൊണ്ടുപോകാം. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് പരിഹരിച്ച് വിട്ടുതരാം. ഞാൻ തന്ന പരാതി അതിനുള്ള പരിഹാരം തന്നെ ഞാൻ പറഞ്ഞത്. ഇതിൽ പട്ടി വിഷയം നിങ്ങൾ വെച്ചില്ല. പക്ഷെ ഏത് വിഷയം സംസാരിച്ച് പട്ടി വിഷയം വരുന്നല്ലോ. അവർക്ക് വേറെ ഒന്നുമില്ല. അവർ വരെ തരേണ്ട ആവശ്യമില്ല. ഇത് പെറ്റീഷൻ പരിഹരിക്കണം. ഞാൻ തന്ന പരാതിയിൽ എന്റെ ബുദ്ധിമുട്ടല്ലേ ഇവർ എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറഞ്ഞ ഈ കാര്യം മാത്രം ചെയ്യാനല്ല, എതിർകക്ഷിക്ക് പറയാനുള്ള ഞങ്ങൾക്ക് കേൾക്കണം. അപ്പൊ അവർക്ക് പറയാനുള്ള അവരെ വീട് വേറെ കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്ക് അറിഞ്ഞുകൊണ്ട് കൊടുത്തത് തന്നെ പട്ടി പ്രശ്നം നാട്ടുകാരെല്ലാം അവരെ വിളിച്ച് പരാതി പറയുന്നതേ ഉള്ളൂ. പട്ടി ഒന്ന് പരിഹരിച്ചു കൊടുക്കണം. പരാതി കൊണ്ട് പോലീസ് വന്നു. അതിന്റെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തു. എന്തോന്ന് റിപ്ലൈ കൊടുത്തു? അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ പോലീസല്ലേ? എന്റെ ഹൗസ് ഓണർ ഇൻസ്റ്റാഗ്രാമിലിട്ടിരിക്കണം കേട്ടോ. എന്റെ ഫോട്ടോ ഇട്ട് അപ്പൊ അതിനുള്ള അവകാശമുണ്ട്. അത് സൈബറിൽ കൊടുക്കും. അത് സൈബറിൽ കൊടുക്കും കേട്ടാ. ഉഷയ്ക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാണ്. ഇപ്പം ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഏക മാർഗം അവർക്ക് പട്ടി പ്രശ്നം അവർ പറയുന്നു. ഉഷയുടെ ഈ പട്ടി പ്രശ്നം ഇല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നവുമില്ല. അത് മേഡത്തിന് തോന്നേണ്. ഇവരുടെ സ്വഭാവം മേഡത്തിന് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് മേഡം ഈ നാട്ടിൽ വന്നൊന്ന് അന്വേഷിച്ചു പഞ്ചായത്തിൽ നിന്ന് പട്ടി വളർത്താനുള്ള പെർമിഷൻ കിട്ടിയെന്ന് ഉഷ പറയുന്നു. അപ്പൊ പക്ഷെ അതിന് പെർമിഷൻ ഓർഡർ കൊണ്ട് അപ്പോഴേ നമുക്ക് പരിഹരിച്ചു. ഓർഡറാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച 4 പേർക്കും അയച്ചത്. രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട്. ഇവിടെ മാത്രം എന്ത് കിട്ടിയില്ലെന്ന് എനിക്ക് അറിയില്ല. അതിപ്പോ ഞാൻ ഇവിടെ സാർ അതിനാണ് അക്നോളജ്മെന്റ് കാർഡ് എനിക്ക് തിരിച്ചു വരണം. വന്നില്ല. അതിനകത്ത് നേരത്തെ എഴുതിയില്ല. അവിടെ പരിഹാരമായിട്ട് പോകാൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയപ്പോ എടുത്തോണ്ട് വരാം. ഇതിനൊരു പരിഹാരം ചെയ്യണമെങ്കിൽ അതേ ഒരു മാർഗം. അല്ലാതെ പറയാനായിട്ടൊന്നും കാര്യം